വളരെ ഉത്തരവാദിത്വവും അതേസമയം തൊഴിൽ സമ്മർദ്ദമുള്ള മേഖലകളാണ് സാർ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ വ്യക്തിഗത ജീവിത മൂല്യങ്ങളെയും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിട്ടുള്ളത്? അത് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നത്. തൊഴിൽ സമ്മർദ്ദം ഇല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാൻ വിഷമമാണ്. ആർക്കും ചെയ്യാവുന്നതാണ്, പിന്നെ എന്താ കാര്യമെന്ന് ഓർക്കുമ്പോൾ ഞാൻ ഈ തൊഴിൽ സമ്മർദ്ദം ഓവർകം ചെയ്യാനുള്ള ഒരു കാരണം എൻ്റെ ഒരു ഗുരു സ്ഥാനത്തിയുണ്ട്. വിനോദ് റോയ് സാർ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ പിന്നെ കണക്ക് സൂക്ഷിപ്പുകാരനായിരുന്നു, നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്ററായിരുന്നു. പിന്നെ ക്ഷേത്രത്തെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി നിധി സൂക്ഷിപ്പുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞു, സാർ എനിക്കിത് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ പുള്ളി ഒരു ചിരിച്ച് എന്നെ തട്ടിയിട്ട് ചോദിച്ചു, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്, പിന്നെ എനിക്കും ജെയിംസിനും ഈ ലോകത്തിൽ എന്താ സ്ഥാനമുള്ളത്? അതിനെ ഒരുപാട് ചിന്തിപ്പിച്ചതാണ്. സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ തെളിയിക്കാൻ പറ്റില്ല. അപ്പം സമ്മർദ്ദം വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹമായിട്ടായിരുന്നു ഞാനെടുത്തത്. തളർന്നു വീഴാതെ ഇരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിലും ആശ്രയിക്കുമായിരുന്നു. അത് നമുക്ക് ഒരിക്കൽ പോലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ എത്ര തൊഴിൽ സമ്മർദ്ദം ഉണ്ടെങ്കിലും നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുന്നെങ്കിൽ ഞാൻ സ്വയം എൻ്റർപ്രനർ ആയിരുന്നില്ല. ഞാൻ ഒന്നുകിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ പ്രൈവറ്റാണ്. അതിന് മൂലധനം മുടക്കുന്ന ഒരാളുണ്ട്. ഗവൺമെൻറ്റിലാണ് മൂലധനം മുടക്കുന്നത് അവിടെ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി അല്ല, കഷ്ടപ്പെട്ട് സർക്കാരിന് നികുതി കൊടുക്കുന്ന സാധാരണക്കാരാണ്. അവരുടെ കാര്യത്തിൽ വേണ്ടിയിട്ട് ഞാനത് വിജയിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് സപ്പോർട്ട് പ്രൈസ് ആയിട്ടെടുത്ത് വിലയില്ലാതെ വരുമ്പോഴത്തേനും. പക്ഷേ അവിടെയാണ് ഏറ്റവും അധികം തൊഴിൽ സമ്മർദ്ദം വന്നത്. പറയുകയാണ് കൊക്കോ ഈ താങ്ങുവിലയല്ലേ സാർ? അതെ. അതായത് വില കുറയുമ്പം കൃഷിക്കാരൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്ങുവില കൊടുത്ത് സർക്കാർ തീരുമാനിക്കും, ആ വിലയ്ക്ക് എടുക്കും. അത് മുഴുവനും സഹകരണ സ്ഥാപനങ്ങളാണ്. അതാണ് എനിക്ക് ഏറ്റവും അധികം ദുഃഖം തോന്നിയ ഒരു കാര്യം. അവിടെ 6 ജില്ലകളുടെ ചാർജ് എനിക്കുള്ളപ്പോഴാണ് കൊക്കോ, റബ്ബർ 3, കുരുമുളക് 4, ഏലം 5 എണ്ണത്തിൻ്റെ വന്ന്. അതിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് അതിൻ്റെ ചാർജ് ഫുൾ എനിക്കായിരുന്നു. കാരണം അത് നടപ്പാക്കുന്ന ഗവൺമെൻറ്റിന് അത് വൻ വിജയമാണ് തെളിയിക്കണം. അത് കഴിഞ്ഞുള്ളതൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടുമില്ല. ഏതായാലും ഒരു കാര്യം, കൃഷിക്കാരനന്ന് കിട്ടിയതിൽ കൂടുതൽ ഇടനിലക്കാർക്കും ബ്രോക്കർമാർക്കുമാണ് കിട്ടിയത്. അവിടെയായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കശുവണ്ടിയുടെ കാര്യം പറഞ്ഞാൽ കട്ടിംഗ് ഡസ്റ്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടാണ്. അത് കശുവണ്ടി ഫാക്ടറി നമുക്കില്ല, കൃഷിക്കാരനില്ല. അത് ഏറ്റവും വലിയ ഇതാണ്. മോഹൻപിള്ള ഒരു സൊസൈറ്റിയിൽ കട്ടിംഗ് ഡസ്റ്റ് 27% എന്ന് പറഞ്ഞാൽ ആകെയുള്ള അവർ പിന്നെ പൂട്ടുകയുള്ളൂ. അവർക്ക് അതിനകത്തൊരു ക്ലോസ് ഉണ്ട്, റീടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ നിർബന്ധിച്ച് ഞാനും അവിടെ ചെന്നു. ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു നമ്മുടെ കൃഷിക്കാരെല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടം പോലെ ആൾ കൂടി. എനിക്ക് കിട്ടിയ പ്രലോഭനവും ഭീഷണിയും എന്ത് ഭയങ്കരമായിരുന്നു. ഒട്ടും തന്നെ ഞാൻ വകവച്ചില്ല. രണ്ടാമത് എത്ര ചാക്ക് അവരെടുക്കുന്നോ അത്രയും സൊസൈറ്റിക്ക് കൊടുക്കുക. അങ്ങനെ കൂട്ടി ഇളക്കി ചെറിയതായി വരും. രണ്ടാമതെടുത്തപ്പോൾ 7%. ആ സൊസൈറ്റി എന്ത് സന്തോഷമായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ പറയും. അപ്പോൾ തൊഴിൽ സമ്മർദ്ദം നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മൾ സത്യസന്ധമായ ജോലി ചെയ്യുന്നവരെ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും വരുവാണെങ്കിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ തൊഴിൽ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്ത് പറയാൻ ലക്ഷ്യം ജോലി ചെയ്തപ്പം അവിടെ ഒരു വലിയ പ്രശ്നം വന്നു. അത് പ്രശ്നം വേണേൽ ആക്കാം. അവിടെ ഗാർഡനിൽ ഒഴിക്കാനുള്ള ചെറിയ കീടനാശിനിയുണ്ട്. അതിൻ്റെ ഒരു ടിപ്പ് വെള്ളത്തിൽ കിടന്ന് ആരാണ്ട് പറഞ്ഞ് ഈ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. അവിടെ വലിയ പ്രശ്നം വന്നു. അത് ഞാൻ എൻ്റെ ആ കഥകളിൽ ആ വിവരങ്ങളുണ്ട്. ഞാനത് അവർ മീനിട്ടവൻ പറഞ്ഞ് മീൻ ചാകുക. ഞാൻ അതിലൊരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലൊരു കവിള് കുടിച്ചപ്പോൾ എല്ലാവരും പോയി. അതിനുള്ള തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ടിങ് ടു ബി ലവിങ്, ആക്ടിങ് ടു ബി ഹെൽപ്പിങ്ങും, റിയലി ലവിങ്ങും റിയലി ഹെൽപ്പിങ്ങും മനുഷ്യന് തിരിച്ചറിയാം. നമ്മൾ റിയലി അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും തിരഞ്ഞെടുപ്പ് നിൽക്കാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പ് നിൽക്കണമെങ്കിൽ അത് പണസ്വാധീനമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിന് ആദ്യം ചോദിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഇത് മാറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ മാറുള്ളൂ. സത്യസന്ധരായ നേതാക്കളെയാണോ ജനങ്ങൾ സ്വീകരിക്കുക? സത്യസന്ധരെന്ന് തോന്നലുണ്ടാക്കുന്ന നേതാക്കളെയാണോ ജനങ്ങൾ സ്വീകരിക്കുക?
ജനങ്ങൾക്ക് അവിടെ സ്വീകരിക്കാനുള്ള ചോയ്സ് കുറവാണ്. പക്ഷേ സത്യസന്ധരായ ജനങ്ങളെ അല്ല നേതാക്കളെ ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിച്ചത്. രാഷ്ട്രീയത്തിന് വെച്ചല്ല അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത്. അങ്ങനെ പലയിടത്തും ചുരുക്കം ചിലയിടത്തുണ്ട്. അവരെയാണ് ജനങ്ങൾക്ക് വേണ്ടിയത്. പക്ഷേ അവരെ സ്ഥാനാർത്ഥികളായിട്ട് ജനങ്ങൾക്ക് കിട്ടാൻ ജനങ്ങൾ ആഗ്രഹിച്ചാലും നടക്കാത്തതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. അല്ലെങ്കിൽ ആ വാക്ക് എനിക്ക് പറയാം. അതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം കൊർലാനോസ് എന്നുള്ള ആ കാലത്ത് ആണെങ്കിൽ ഇപ്പം ജനങ്ങളോട് പറയുക, ഒരു വാർഡിൽ, നമ്മുടെ എല്ലാം വാർഡാണല്ലോ ആദ്യത്തെ കാര്യം, ആ വാർഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക. ഓൺലൈനിൽ ഇപ്പം പറ്റും, വോട്ട് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും അധികം കിട്ടുന്ന ഒരു 7 പേരെയോ 9 പേരെയോ പറയാം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. അങ്ങനെ അരിച്ചരിച്ചെടുക്കുമ്പം ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ കിട്ടും. അതാ യഥാർത്ഥ ജനാധിപത്യം. അത് നടക്കില്ല. അതിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഓൺലൈനിൽ ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്, അതുപോലെ ഇതും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്താൽ ഇന്നത്തെ ഇന്നത്തേയിലെ 5% ഇന്നുള്ള ഭരിക്കുന്ന ജനകീയ നേതാക്കൾ കാണുകയില്ല. പിന്നെ ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അഴിമതിയെക്കുറിച്ച് പ്രത്യേകിച്ചും. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ന്യായം പറഞ്ഞിട്ട് അൺഎത്തിക്കലായ പ്രാക്ടീസിന് കൂട്ടു നിൽക്കുന്ന അവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ പുതിയ തലമുറയോട് ആ ഒരു ന്യായം കണ്ടെത്തി സാമൂഹ്യ ഉത്തരവാദിത്തം പിന്മാറുന്ന ആളുകളോട്, ഇത്രയും കാലം സർവീസ് മേഖലയിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് അവരോട് പ്രത്യേകിച്ച് പറയാൻ പോകുന്ന കാര്യമില്ല. സിസ്റ്റം ചേഞ്ച് ചെയ്ത് കാണിക്കാൻ പറ്റിയ മിടുക്കരായ ചെറുപ്പക്കാരുണ്ട്. അവർ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രേരകമാകിയാൽ ചിലപ്പോൾ ഒരു 2% 3% അവർ പുതിയൊരു സിസ്റ്റം ഇടും. ആ സിസ്റ്റം ഇട്ട് കഴിയുമ്പോൾ അത് വരും. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ഇട്ടാൽ പോലും അതിനെ നിശ്ചയമായിട്ടും അതിൻ്റെ ശരിയും തെറ്റും പറയാൻ ഞാനല്ല, നമ്മളുടെ ഒരു പഞ്ചായത്ത് എക്സസ് ഇതുണ്ടെന്നും എല്ലാവർക്കും വില കുറഞ്ഞിട്ട് ആ പഞ്ചായത്ത് കിട്ടുന്നുണ്ട്. അതൊരു പക്ഷേ അവിടെ ആ പഞ്ചായത്തിൻ്റെ നിയന്ത്രണം ഏറ്റിരിക്കുന്ന ഒരു മുതലാളിയുടെ പണം ഇറക്കുന്നതോടുകൂടി ആകാം. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു കാണും, ഇവിടെ നമ്മുടെ എറണാകുളം അടുത്തുള്ള ഒരു ഇതിലാണ്. പക്ഷേ എന്നാൽ പോലും അങ്ങനെ ഒരു കാര്യം നടത്താമെങ്കിൽ തീർച്ചയായിട്ടും മൂലധനം ഇറക്കുന്നവന് നിശ്ചയമായിട്ടും ആ മൂലധനം തിരിച്ചു കിട്ടാൻ അവൻ ശ്രമിക്കും. അതിലും ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ്, ആ പോയിട്ട് അൺഎത്തിക്കലായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കൺട്രോളാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവനെ താറടിക്കല്ലേ വേണ്ടി. അൺഎത്തിക്കലായിട്ടുള്ളത് നീക്കാൻ വേണ്ടിയിട്ട് നികുതി കിട്ടാനും ബാക്കി കിട്ടാനും ഒക്കെ ഇവിടെ ധാരാളം വകുപ്പുകളുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മേടിച്ചാൽ മതി. അത് ചെയ്യാതെ അതിൻ്റെ വീതം കിട്ടാൻ ആഗ്രഹിച്ച് വരുമ്പോഴാണ് വരുന്നത്. ഈ എത്തിക്കൽ ലീഡർഷിപ്പ് രൂപപ്പെടുന്നതിൽ വിദ്യാഭ്യാസത്തിനോ മോട്ടിവേഷനോ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? എത്തിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്തിക്കൽ ലീഡർഷിപ്പിനാണ്. ഇപ്പം MBAക്ക് മാനേജ്മെൻറ്റിനകത്ത് ബിസിനസ് എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് എന്ന് പറയുന്നത് പിള്ളേർക്ക് പഠിക്കാൻ പോലും ഏറ്റവും അവർക്ക് എന്താ പറയുന്നത് മുഷിപ്പായി തോന്നിയ ഒരു സബ്ജക്റ്റായിട്ട് അത് അവതരിപ്പിക്കുക. അത് ഏറ്റവും ആസ്വാദ്യകരമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതാണ് MBAക്ക് വരുന്നത്. പഠിപ്പിക്കുകയാണെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന എത്തിക്സ് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു ചെറിയ കാര്യം പറയാം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എൻ്റെ അപ്പൻ അധ്യാപകനായിരുന്നതുപോലെ അകലെ ആഴ്ചയിൽ 1 വരുള്ളൂ. ഞാനും ചേട്ടനും 2 പെങ്ങന്മാരും പഠിക്കുക, അമ്മ വീട്ടിലെ കാര്യം ചെയ്യുക. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കി പിന്നെ സകല പണിയും ചെയ്യുകയും സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. അത്ര സത്യസന്ധനായിരുന്നു. അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് അവിടെ കിട്ടുകയില്ലാത്തൊരു മരുന്ന് മേടിക്കാൻ രാത്രി പോകേണ്ടി വന്നു. 200 രൂപയാണ്. ആ കാലഘട്ടത്തിൽ 240 രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. ഇന്നത്തെ 10-25 രൂപ കൂടുതലുണ്ട്. അത് എടുത്ത് തന്നപ്പോൾ എനിക്കതിനകത്തൊരു അരോചകം തോന്നി. ഞാൻ കോളേജിൽ പഠിക്കാൻ, ഞാനാണ് കോട്ടയത്തിന് പോകേണ്ടത്, നടന്ന് പോയിട്ട് ടോർച്ച് അടിച്ച് പോയപ്പോഴാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്രയും കാശ്? തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നിങ്ങളുടെ ഒരാൾ ആർക്കാ ഇത് വന്നെങ്കിൽ ഞാനിത് എടുത്ത് തരുമില്ലായിരുന്നു കേട്ടോ എന്ന് ചോദിച്ചു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിന്നും എൻ്റെ മനസ്സിലിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഒരാൾക്കാ ഇത് വന്നെങ്കിൽ എടുത്ത് തരികയില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും സിലബസിലല്ലല്ലോ. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു സിലബസിലല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്ത് ഉത്സവങ്ങളാണ് ഏറ്റവും വലിയ കാര്യം. കിടങ്ങൂരമ്പലത്തിലെ ഉത്സവം കാണാൻ അപ്പൻ കൈ പിടിച്ച് പോകുമ്പം ഇപ്പറേ വരുമ്പം പറയും, നമ്മളെ ആരാധിക്കുന്നുള്ള, അവിടെ പോകുമ്പോൾ നീ വഴി തുപ്പിയേക്കരുതെന്ന് പറയും അതിന് മുൻപിൽ കൂടെ. അതൊക്കെ മനസ്സിൽ ആഴത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ എത്തിച്ച് പഠിക്കുമ്പോൾ അവരെ സിലബസ് അല്ലായിരുന്നു പഠിപ്പിച്ച്, എൻ്റെ ജീവിതാനുഭവങ്ങളാണ്.
ഉപദേശം കൊടുക്കാമെന്ന് ചോദിച്ചു തന്നെ അതിനൊരു ഉത്തരം പറയുകയാണ്. ഉപദേശം ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും സുഖിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, ഉപദേശി. കേൾക്കുന്നവർക്ക് മഹാബോറ. അതുകൊണ്ട് ഞാൻ അതിന് പകരം എൻ്റെ ജീവിതാനുഭവങ്ങളിലെ ചാലിച്ച് ആ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്യുന്ന പറയുന്നത്. അത് അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ചോദ്യം ചോദിക്കും.